ഹലോ ഓൾ, 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സൈൻവൈ ലേണിംഗ് ഫ്രീ ആയിട്ട് നടത്തുന്ന ഈ ഒരു മിഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന വീഡിയോ സീരീസിലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നിങ്ങൾക്കറിയാം, നമ്മൾ എക്സൈൻവൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ്, സയൻസിലും മാത്തിലും ചെയ്യുന്ന ഫൗണ്ടേഷൻ കോഴ്സ് ഇത്തരത്തിലുള്ള ഒളിമ്പ്യാഡ് എക്സാംസിനൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന കോഴ്സാണ്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിലോ ലിങ്കിലോ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഫിസിക്സിലെ നമുക്ക് 7th ഒരു ഒളിമ്പ്യാഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം സ്റ്റേഷൻ എ അറ്റ് 8 AM. രാവിലെ 8 മണിക്കാണ് കാർ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് റീച്ചസ് സ്റ്റേഷൻ ബി അറ്റ് 4 PM. വൈകിട്ട് 4 മണിക്ക് ബിയിലെത്തുകയും ചെയ്തു. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 600 കിലോമീറ്റർ. 600 കിലോമീറ്റർ ആണ് ടോട്ടൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്. വാട്ട് ഈസ് ദി ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ ഡ്യൂറിങ് ദ ജേർണി? ഈ ഒരു ജേർണിയിലുള്ള ആവറേജ് സ്പീഡ് എന്താണ്? അപ്പോൾ 7th നമ്മൾ മോഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടുതലായിട്ട് പഠിക്കുന്നത്, അല്ലേ? ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ്, അതുപോലെ ആവറേജ് സ്പീഡ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് 7th. അപ്പോൾ പഠിച്ച ആളുകൾക്കറിയാം ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. ആവറേജ് സ്പീഡ് ഇപ്പോൾ നിങ്ങൾ 7th തുടങ്ങി, ഇനി നമ്മൾ 9th അതുപോലെ തന്നെ 11th എത്തുന്ന സമയത്തൊക്കെ വീണ്ടും ഇതേ കോൺസെപ്റ്റ് നമ്മൾ വീണ്ടും പഠിക്കും. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എത്രയാണ്? ടോട്ടൽ ടൈമാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടേക്കണാണ് ആവറേജ് സ്പീഡ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര പോകുന്ന സമയത്ത്, നമ്മൾ കാറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കാം, കാറിൻ്റെ സ്പീഡ് എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? നല്ല ഓപ്പൺ ഹൈവേ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 100 km/h പോവുക. പക്ഷേ എന്നാൽ നല്ല ട്രാഫിക്കുള്ള സ്ഥലങ്ങളിലൂടെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 10, 20, 30 ആയിരിക്കും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും സ്പീഡ്. അപ്പോൾ നമ്മൾ ഓരോ സമയത്തും നമ്മുടെ കാറിലെ സ്പീഡോ മീറ്ററിൽ കാണുന്നത് അതിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡാണ്. എന്ന് വെച്ചാൽ ഓരോ ഇൻസ്റ്റൻറ്റിലും, ഓരോ നിമിഷത്തിലുള്ള സ്പീഡാണ് നമുക്ക് സ്പീഡോ മീറ്ററിൽ കാണാൻ പറ്റുക. പക്ഷേ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുക, 8 മണി മുതൽ 4 മണി വരെ യാത്ര ചെയ്തു. എന്നിട്ട് ആ മൊത്തം ജേർണിയുടെ, ആ ടോട്ടൽ ജേർണിയുടെ സ്പീഡ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, അല്ലേ? കാരണം 8 മണിക്ക് ഒരു സ്പീഡായിരിക്കും, 8:10 വേറെ സ്പീഡായിരിക്കും, 9 മണിക്ക് വേറെ സ്പീഡായിരിക്കും. ഇനി ഉച്ചയ്ക്ക് 2 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാർ അവിടെ സൈഡിൽ നിർത്തിയിട്ട് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉള്ള സ്പീഡ് 0 ആയിരിക്കും. ഇതൊന്നും നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. സോ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ആവറേജ് സ്പീഡാണ്, ശരാശരി സ്പീഡ്. മൊത്തം ഈ ഒരു ജേർണിയുടെ, ടോട്ടൽ ജേർണിയുടെ ശരാശരി അല്ലെങ്കിൽ ആവറേജ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ ഡിസ്റ്റൻസ്, നിങ്ങൾ ട്രാവൽ ചെയ്ത മുഴുവൻ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അതിനെടുത്തിട്ടുള്ള ടോട്ടൽ ടൈമും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈം നിങ്ങൾ നോക്കുക, 8 AM മുതൽ എത്ര വരെയാണ് ജേർണി ഉള്ളത്? 4 PM വരെയാണ് ഇവിടുത്തെ ജേർണി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മണി മുതൽ 4 മണി വരെ നിങ്ങൾ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ടോട്ടൽ എത്ര ഉണ്ട്? 8 hours ആണ് ജേർണി. 8 മണിക്കൂറാണ് ഈ ഒരു ജേർണി എടുത്തിട്ടുള്ളത്. 8 മണി മുതൽ 4 മണി വരെ 8 മണിക്കൂർ. ആൻഡ് ഡിസ്റ്റൻസ് എത്രയാണ്? ഡിസ്റ്റൻസും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്, 600 കിലോമീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്. ഇനി ഓപ്ഷൻസ് നോക്കുക. സാധാരണ മോഷനിലെ ക്വസ്റ്റ്യനിൽ പലപ്പോഴും കിലോമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്റ്റൻസ് തരും, ഹവർ എന്ന് പറയുന്ന യൂണിറ്റിൽ ടൈം തരും. പക്ഷേ ഓപ്ഷൻസിൽ സ്പീഡിൻ്റെ ആൻസർ ആയിട്ട് കൊടുത്ത ഓപ്ഷൻസിൽ പലപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് ആണ് കാണാറുള്ളത്. അപ്പോൾ ഇത് പഠിച്ച ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കറിയാം, ആ യൂണിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്യണം കറക്റ്റ് ആൻസറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ കിലോമീറ്റർ പെർ ഹവറിൽ തന്നെയാണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ നമ്മൾ കൂടുതൽ യൂണിറ്റ് കൺവേർഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അത്തരത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ നമ്മൾ ലേറ്റർ ഈ ഒരു സീരീസിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മളപ്പോൾ എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു, സോ ഈ ഒരു 8 മണിക്കൂറിൻ്റെ 8 ഹവേഴ്സിൻ്റെ ഈ ഒരു ജേർണിയിലെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണ്? 600 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 8 hours ആണ് വരിക. 600 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 8 hours. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 400/8 എന്താണ്? 50 ആണ്. സോ ടോട്ടൽ ഓപ്ഷൻസ് ഇതാ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 50 ഉണ്ട്, 60 ഉണ്ട്, 75 ഉണ്ട്, 100 ഉണ്ട്. 600/8 നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ എത്രയായിരിക്കും? 75 കിലോമീറ്റർ പെർ ഹവർ ആണ് നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ റിലേറ്റീവ്ലി കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് സ്പീഡ് ഓഫ് ദ ജേർണി 75 കിലോമീറ്റർ പെർ ഹവർ ആണ് ഈ ഒരു ജേർണിയുടെ. അതിൻ്റെ മീനിങ് എന്തല്ല? ഈ ഒരു കാറ് ത്രൂ ഔട്ട് 8 മണിക്കൂർ ജേർണിയിൽ എപ്പോഴും 75-ലാണ് യാത്ര ചെയ്തത് എന്നല്ല. ഫുൾ ടൈം സ്പീഡ് 75 ആയിരുന്നു എന്നല്ല, ഒരിക്കലല്ല. ചിലപ്പോൾ 75 ആകെ കുറച്ച് സമയം മാത്രമേ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലേ? പല സ്പീഡിൽ പല വേരിയേഷൻസിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ആകത്തുക 8 മണിക്കൂർ കൊണ്ട് 600 കിലോമീറ്റർ കവർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആവറേജ് സ്പീഡ് ഓരോ മണിക്കൂറിലും 75 കിലോമീറ്റർ വെച്ച് ട്രാവൽ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ്, അല്ലേ? നോക്കുക, നിങ്ങൾ 8 മണിക്കൂർ, ഒരു മണിക്കൂറിൽ 75 കിലോമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 8 ഹവേഴ്സിൽ ടോട്ടൽ 600 കിലോമീറ്റേഴ്സ് കവർ ചെയ്യും. അപ്പോൾ ഓരോ മണിക്കൂറിലും 75 കിലോമീറ്റേഴ്സ് കവർ ചെയ്യുന്നതിന് ഇക്വലൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ജേർണി. ആ ലോജിക്ക് മുഴുവൻ ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ സി ആണ്.
സോ മനസ്സിലായ ആളുകൾ നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിലുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് USS പോലെയുള്ള എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആൻഡ് XNY ലേണിങ്ങിൻ്റെ സ്കൂളിൻ്റെ കൂടെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് പഠിപ്പിക്കുന്ന ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ഫോൺ നമ്പേഴ്സിലോ അല്ലെങ്കിൽ ലിങ്കിലോ കോൺടാക്ട് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.